ജനപ്രതികൾ എന്താ ആഗ്രഹിക്കുക? അത് ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എല്ലാം വരുന്നത് ഞാൻ ആഗ്രഹിക്കില്ലേ? അത് ജനപ്രതിനിധികൾക്ക് ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഏതാണ് നല്ല സ്ഥലം, ഏതാണ് അതിന് അനുയോജ്യമായത് നമുക്ക് ഒരു സ്റ്റഡി നടത്തി ഗവൺമെൻറ് ഫൈനൽ ഡിസിഷൻ എടുക്കും. അത് ജനപ്രതിനിധികൾ അത് പറയാനേ പാടില്ല എന്ന് പറയരുത്. അത് സ്വാഭാവികമാണ്, ജനപ്രതിനിധികൾ അത്ര ആഗ്രഹങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ തീരുമാനം ഗവൺമെൻറ് എടുക്കും. എവിടെയാണ് അല്ല, ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, നമുക്ക് എയിംസ് അനുഭവിച്ച് കിട്ടിയ കേരളത്തിൽ എവിടെയായാലും അത് അതിന് ആവശ്യമായ ഭൂമി കണ്ടെത്തി ഗവൺമെൻറ് കൊടുക്കും. അതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഭൂമി ഇല്ലാത്തതിൻ്റെ പേരിൽ സ്ഥാപനം വരാതിരിക്കുക എന്നുള്ളതില്ല. KPCC എപ്പോൾ മാറ്റണം, പുതിയ പ്രസിഡന്റ് ആരാവണം എന്നൊക്കെ തീരുമാനിക്കേണ്ട AICC ആണ്. അപ്പോൾ AICC ആ തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആലോചനകളും കാര്യങ്ങളും നടത്തി ആ തീരുമാനം പറയും. അപ്പോൾ അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ KPCCക്ക് കീഴിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുക. DCCയുമായി ബന്ധപ്പെട്ട കാര്യം, മണ്ഡലം കമ്മിറ്റി ബന്ധപ്പെട്ട കാര്യം, ബ്ലോക്ക് കമ്മിറ്റി ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ പറയും. KPCCയുടെ അവസാന വാക്ക് ഹൈക്കമാൻഡാണ്, AICC ആണ്. അപ്പോൾ എപ്പോൾ വേണം, എങ്ങനെ വേണം എന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനിക്കും. അല്ല, അത് ഞാൻ പറയുന്നല്ലോ, അതിനകത്ത് ഹൈക്കമാൻഡിന് തോന്നുന്നതാണ് ഇപ്പോഴാണ് ഏറ്റവും ഉചിതമായ സമയം, ഹൈക്കമാൻഡ് നടപ്പാക്കും. അതല്ല, അല്പം കഴിഞ്ഞിട്ടാണ് നല്ല സമയം, അപ്പോൾ നീട്ടിക്കൊണ്ടുപോകും. അതിനൊക്കെ അധികാരം ഹൈക്കമാൻഡിനുണ്ട്. അത് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്താണോ അത് അംഗീകരിക്കുക. പക്ഷേ അല്ല, സംബന്ധിച്ച് പുതിയ ഭരണം ലഭിക്കുന്നു. ഇവിടെ ഈ പാർട്ടിയും സർക്കാരിനും ഇതിലൊരു കണക്ഷൻ ഉണ്ടല്ലോ, അത് ഇല്ലാണ്ടാവില്ലേ എന്നത് അനിശ്ചിതത്വം തുടരുമ്പോൾ പാർട്ടി പ്രസിഡന്റ് തന്നെ ഇപ്പോൾ ഗവൺമെന്റിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം തീരുമാനങ്ങൾ എല്ലാ സമയത്തും ഈ ഗവൺമെന്റ് വന്നിട്ട് 2 മാസം പൂർത്തീകരിക്കുന്നത് ഈ 18-ാം തീയതി, 2 മാസം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ സമയം സംഘടനാ മാറ്റത്തിൻ്റെ കാര്യത്തിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായും ഹൈക്കമാൻഡിന് കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനനുസരിച്ചുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ചില വിഷയങ്ങൾ എടുക്കും എന്ന തരത്തിൽ വിമർശനങ്ങളുണ്ട്. പാർട്ടിക്കുള്ളിലും അത്തരം അതിർത്തിയുണ്ട് ഇത് പുറത്തു വന്നിരുന്നു, നിഷേധിക്കാം. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അവിടെ ഇത് നിയന്ത്രിക്കേണ്ടതും അല്ലെങ്കിൽ ഇതിലൊരു കണക്റ്റീവ് ഇതാകേണ്ടത് പാർട്ടിയാണ്, സംഘടനാപരമായി. ഞാൻ പറഞ്ഞല്ലോ, ഇത് അനിശ്ചിതമായി നീട്ടണോ വേണ്ടയോ, നിലവിലുള്ള സംവിധാനം തുടരണമോ? സ്വാഭാവികമായും KPCC പ്രസിഡന്റൊക്കെ മന്ത്രിമാരാകുമ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിമാരാണ്. ആ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. പുതിയ ലീഡർഷിപ്പ് വരണം എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാ രീതിയിലും സ്വാഗതം ചെയ്യുന്നതാണ്. പക്ഷേ അതൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വലിയ നീണ്ട കാലയളവ് അങ്ങനെ ആയിട്ടില്ല. 45 ദിവസമേ ഈ ഗവൺമെൻറ് വന്നിട്ട് 45 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും, ഉചിതമായ സമയത്ത് ആ തീരുമാനം എടുക്കും. അതിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ അല്ല, അങ്ങനെ ലോക്കൽ ബോഡി കഴിഞ്ഞ ഉടനെ പുനഃസംഘടന എന്നുള്ളതില്ല. ഞങ്ങൾ അതിന് മുമ്പ് തന്നെ കുറേ പ്രോസസ്സ് ബ്ലോക്ക് പ്രസിഡന്റുമാർ ഇത് ചെയ്ത് കഴിഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റുമാർ വന്നിട്ട് എനിക്ക് തോന്നുന്നു പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാർ വന്നിട്ട് 3 വർഷം ആയി കാണുള്ളൂ. 3 വർഷം ആവുന്നേ ഉള്ളൂ. മണ്ഡലം പ്രസിഡന്റുമാർ നടത്തി. അത് ഒരു പുനഃസംഘടന വന്നു കഴിഞ്ഞാൽ താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പുനഃസംഘടന എന്നൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു പരിധിവരെങ്കിലും ഉള്ളത് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും ഉൾപ്പെടെ ഇന്ന് ക്യാബിനറ്റിലാണ്. അപ്പോൾ കുറേ കൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനൊരു പുതിയ ബോഡി എന്നുള്ള ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. പുതിയ ആളുകൾ, പുതിയ ലീഡർഷിപ്പ് എന്നുള്ളത്. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വന്ന ഉടനെ മാറ്റം എന്നുള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോൾ വേണമെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. വയനാട്ടിൽ നമ്മൾ 1-ാം ഘട്ടം നമ്മളതുമായി ബന്ധപ്പെട്ട ഈ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോക്കസ് കൊടുത്ത റെസ്ക്യൂ ഓപ്പറേഷനാണ്. ആ റെസ്ക്യൂ ഓപ്പറേഷൻ നമുക്ക് 2-3 ദിവസം കൊണ്ട് തീർക്കാം
കഴിയും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാത്ത രീതിയിലുള്ള മഴയായിരുന്നു. അവിടെ ചെല്ലുന്നവർക്ക് അറിയാം, അവിടുത്തെ മഴയിൽ നമുക്ക് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ അത്ര പ്രയാസകരമാണ്. അവിടുത്തെ മണ്ണൊരു പ്രത്യേക തരത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ദിവസത്തോളം നീണ്ടു നിന്നു. നമുക്ക് 8 പേരാണ് നമുക്ക് കാണാതെ പോയത്. 3 പേരുടെ മൃതദേഹം അന്ന് തന്നെ കിട്ടി. അടുത്ത 2 ദിവസങ്ങൾ 4 പേരെ കിട്ടി. ഒരാളുടെ മൃതദേഹം കിട്ടാനാണ് അല്പം താമസിച്ചത്. ഇന്നലെ അവസാന ഹിമാചൽ സ്വദേശിയായ അവസാനത്തെ വിക്രം റാണയുടെ മൃതദേഹവും കിട്ടി. 8 പേര് മിസ്സിംഗ്. 8 പേരുടെ മൃതദേഹവും നമുക്ക് തെരച്ചിലിൽ കിട്ടി. എല്ലാവരും ഒറ്റക്കെട്ടായി. നമുക്ക് ആശങ്കയുണ്ട്. അവിടുത്തെ ആ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് തെരച്ചിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു. അത്രമാത്രം മണ്ണും തൊട്ടടുത്ത് മീനാക്ഷി പുഴയും ഒക്കെയുള്ളൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ എല്ലാവരും NDRF-ഉം ഫയർഫോഴ്സും പോലീസും അതുപോലെ തന്നെ അവിടെയുള്ള സിവിലിയനായിട്ടുള്ള ആളുകളും മറ്റ് സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു മാതൃകാപരമായി തന്നെ നമുക്ക് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. നമുക്ക് 8 പേരെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ആ 8 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ശരീരം എംബാം ചെയ്ത് അവരവരുടെ വീടുകളിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. നമുക്ക് വളരെ വേദനാജനകമായ കാര്യമാണ് അവിടെ ഉണ്ടായത്. അതാണ് 1-ാം ഘട്ടം എന്നുള്ളത്. ഇനി 2-ാം ഘട്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ മൂടിക്കിടക്കുന്ന മണ്ണ്, ഒരുപാട് മണ്ണ്. അവിടെ ട്രാഫിക് മുഴുവൻ ആദ്യം ബ്ലോക്കായിരുന്നു. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആ വഴിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ റോഡ് നമ്മൾ ട്രാഫിക് സൗകര്യം ഒരുക്കി. ഇനി ആ മണ്ണ് നമ്മൾ 2-ാം ഘട്ടമായി നീക്കം ചെയ്യും. അതോടൊപ്പം ഈ മണ്ണെടുത്ത് തൊട്ടടുത്ത് മണ്ണ് ഒരുമിച്ചൊരു മല പോലെ ഈ കമ്പനി കൂട്ടിവെച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. കാരണം മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്യുന്ന അപകടമാണ് എന്നൊരു അഭിപ്രായം വന്നു. എന്നാൽ മണ്ണ് നീക്കം ചെയ്യണം എന്നുള്ള അഭിപ്രായം വന്നു. അതിനെ ഞങ്ങളൊരു എക്സ്പേർട്ട് കമ്മിറ്റി, 3-അംഗ എക്സ്പേർട്ട് കമ്മിറ്റി വെച്ച് അവിടെ അഭിപ്രായം വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് ആ കാര്യത്തിലും തീരുമാനമെടുക്കും. ഞങ്ങൾ 2 കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് നിലവിലുള്ള ഈ മണ്ണ് നീക്കം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, മറ്റൊന്ന് നിലവിൽ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്, അതുമായി അനുബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു കമ്മിറ്റിയും വെച്ചിട്ടുണ്ട്. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റൂ. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് അതിനകത്ത് നമ്മുടെ അനുമാനം അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവിൻ്റെ പുറത്ത് മുഴുവൻ പറയാൻ പറ്റുന്നത് ശാസ്ത്രീയമായി പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് വിദഗ്ധ സമിതിയുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിക്കും.